channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വർക്ക് എങ്ങനെയാണ് ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഇത്. എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊജക്ട് വൈസ് വർക്ക് ചെയ്യുന്ന കമ്പനീസിന്റെ വർക്കുകൾ എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സുകൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് F11 നമ്മുടെ ടാലി ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇനേബിൾ കോസ്റ്റ് സെന്റേഴ്സ് ആണ്. അപ്പൊ കോസ്റ്റ് സെന്റേഴ്സിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് സെന്റർ യൂസ് ചെയ്യണത് എന്നതിനൊക്കെ. അപ്പൊ ഇതിലും നമുക്ക് ജോബ് കോസ്റ്റിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് സെന്റർ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ഫീച്ചർ ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻവെന്ററിയുടെ സെക്ഷനിൽ നമുക്ക് ഇനേബിൾ ജോബ് കോസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ രണ്ട് ഫീച്ചർ ആണ് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് അക്സെപ്റ്റ് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഓരോ ക്രിയേഷൻസ് വരുന്നുണ്ട്, അതായത് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം, കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ചെയ്ത് കാണിക്കുന്നത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വർക്കാണ്. ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാറ്റഗറിനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു കോസ്റ്റ് കാറ്റഗറിനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ബിൽഡിംഗ് അല്ല, വില്ലകൾ, പല കാറ്റഗറികൾ ചെയ്ത് കൊടുക്കുന്ന കമ്പനീസുകൾ ഉണ്ടാവും. ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടാവും, വില്ലകൾ ഉണ്ടാക്കുന്നുണ്ടാവും, ഷോപ്പുകൾ ഉണ്ടാവും, അങ്ങനെ പല കേസസ് വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് കോസ്റ്റ് കാറ്റഗറി ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് കോസ്റ്റ് കാറ്റഗറി അങ്ങനെ ഡയറക്റ്റ് കിട്ടില്ല, അതിനാണ് ഇവിടുന്ന് ഷോ മോർ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിലുണ്ടാവും കോസ്റ്റ് കാറ്റഗറി, അതുപോലെ തന്നെ കോസ്റ്റ് സെന്ററും ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് കോസ്റ്റ് കാറ്റഗറി ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ക്രിയേറ്റ് ന്യൂ എടുത്തു. അപ്പൊ ഞാനിവിടെ നെയിം കൊടുക്കുന്നത് ബിൽഡിംഗ് പ്രൊജക്ട് എന്നാണ് കോസ്റ്റ് കാറ്റഗറി ആയിട്ട് കൊടുക്കുന്നത്. ദെൻ സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ വില്ല പ്രൊജക്ട് അങ്ങനെ എന്തൊക്കെ പ്രൊജക്റ്റുകൾ കമ്പനി ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ അണ്ടറിൽ വരുന്ന കോസ്റ്റ് സെന്റേഴ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ കോസ്റ്റ് സെന്റർ ഓപ്പൺ ചെയ്തു. അപ്പൊ ഇവിടെ തന്നെ കാറ്റഗറി ബിൽഡിംഗ് പ്രൊജക്ട് എന്നുള്ളത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നെയിം ആയിട്ട് കൊടുക്കേണ്ടത് പ്രൊജക്ട് 1. ഞാനിപ്പോ ഇതിൽ പ്രൊജക്ട് 1 കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ എവിടുത്തെ പ്രൊജക്റ്റ് ആണ് ആ ഒരു സ്ഥലം കൂടി കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ തൃശ്ശൂരാണ് കൊടുക്കുന്നത് സ്ഥലമായിട്ട്. ഇനി ഇതിൽ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, യൂസ് ഫോർ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ഇവിടുന്ന് യെസ് കൊടുക്കണം. ഇനി ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടുന്ന് F12 കോൺഫിഗറേഷൻ കീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുണ്ടാവും സെറ്റ് ജോബ് കോസ്റ്റിംഗ് ഫോർ കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നമ്മൾ ഇവിടുന്ന് യെസ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടും. അപ്പൊ അത് യെസ് കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത കോസ്റ്റ് സെന്റർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് പ്രൊജക്ട് 2. അതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് എവിടെയാണ് വെച്ചാൽ ആ ഒരു പ്ലേസും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. കാലിക്കറ്റ് ആണ് ഞാൻ പ്ലേസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ഫോർ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന് യെസ് കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോഡൌൺ ക്രിയേഷൻ ആണ്. അതായത് നമ്മൾ ഓരോ ഗോഡൌണിലേക്കായിട്ടായിരിക്കും. ഇപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ രണ്ട് സ്ഥലങ്ങളിലേക്കും ഒരു ഗോഡൌൺ ഉണ്ടാവും. അവിടേക്കായിരിക്കാം മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ. അപ്പൊ ആ ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ നമ്മൾ ക്രിയേറ്റില് ഗോഡൌൺ എടുത്തിട്ടുണ്ട്. ഇനി ഗോഡൌണിന്റെ പേര് ഞാൻ കൊടുക്കുന്നത് സ്ഥലത്തിന്റെ പേര് തന്നെയാണ് കേട്ടോ, തൃശ്ശൂര് ഗോഡൌൺ. ഇനി ഇതിൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് സെറ്റ് ജോബ് ഓർ പ്രൊജക്ട് ഫോർ ജോബ് കോസ്റ്റിംഗ് എന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതില് ഏതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് സെന്റർ വെച്ചാൽ അത് ഇവിടെ നിന്ന് എടുത്തു കൊടുക്കുക. അപ്പൊ ഇത് തൃശ്ശൂർ ഗോഡൌൺ ആണ്. അപ്പൊ അത് പ്രൊജക്ട് 1 തൃശ്ശൂരിന്റെ ഗോഡൌൺ ആണ്, തൃശ്ശൂർ ഗോഡൌൺ. അത് കറക്റ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് ഗോഡൌൺ ആണ്.
കാലിക്കറ്റിന്റെ ഇതുപോലെ തന്നെ പ്രൊജക്ട് ടു കാലിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് സെന്ററും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്തു, അതുപോലെ തന്നെ കോഴ്സ് സെന്റർ ക്രിയേറ്റ് ചെയ്തു, കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു, ഗോഡൌൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻസ് ആണ് പോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ബിൽഡിങ്ങിന്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഓരോ ഗോഡൌണിലേക്ക് എങ്ങനെയാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, അതെങ്ങനെയാണ് ആ ഗോഡൌണിൽ നിന്ന് ആ ഒരു വർക്കിന് വേണ്ടി കൺസംഷൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽസിന്റെ പർച്ചേസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ F9 പർച്ചേസ് എടുത്തു. ഇനി ബിൽ നമ്പർ കൊടുക്കുക. പാർട്ടി ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ ഒരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പാർട്ടിയുടെ ഗ്രൂപ്പ് വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് കൊടുക്കുക. ഇനി പാർട്ടിയുടെ സ്റ്റേറ്റും അതുപോലെ തന്നെ കൺട്രി, GSTIN നമ്പർ, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി പർച്ചേസ് ലെഡ്ജർ നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതില് കോസ്റ്റ് സെന്റേഴ്സ് ആർ അപ്ലിക്കബിൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പർച്ചേസിന് കോസ്റ്റ് സെന്റർ വേണമെന്നില്ല, ഞാനത് നോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി GST ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, GST ഉണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ഐറ്റംസ് അറിയാം അല്ലെ, ബിൽഡിങ്ങിന്റെ വർക്ക്, കൺസ്ട്രക്ഷൻ വർക്ക് ആയതുകൊണ്ട് തന്നെ സാൻഡ്, മെറ്റല്, ബ്രിക്സ്, അതുപോലെ തന്നെ സ്റ്റീല്, സിമെന്റ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസുകളായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ ഞാനിവിടെ ഒരു 1-2 ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഫസ്റ്റ് വൺ നമുക്ക് സിമെന്റ്. ഇനി അതിന്റെ ഗ്രൂപ്പ് അണ്ടർ നമുക്ക് വേണമെങ്കിൽ ഏത് കമ്പനിയുടെ സിമെന്റ് ആണ് വെച്ചാൽ അതിനെ ഗ്രൂപ്പ് ആയിട്ട് കാണിക്കാം. ഇപ്പൊ ACC ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് കൊടുക്കും. അപ്പൊ ഞാൻ ഗ്രൂപ്പ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് കൊടുക്കണം. അപ്പൊ സിമെന്റ് ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് വരുന്നത് ബാഗ്സ് ആയിരിക്കും. അപ്പൊ യൂണിറ്റ് ബാഗ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് GST അപ്ലിക്കബിൾ ആണ്, അത് കൊടുത്തു. ദെൻ HSN ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്ത് HSN കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാനിപ്പോ ഇത് ഒരു നമ്പർ കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ GSTയുടെ റേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. സിമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് GST വരുന്നത് 28% ആണ്. അപ്പൊ നമ്മൾ GST റേറ്റ് ഇവിടെ 28 കൊടുത്തു, ഗുഡ്സ് ആണ്, ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിക്കും, ഗോഡൌൺ ചോദിക്കും. അപ്പൊ നമുക്ക് ഇതില് നമ്മൾ 2 ഗോഡൌൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് ഗോഡൌൺ ഉണ്ട്, തൃശ്ശൂർ ഗോഡൌൺ ഉണ്ട്. അപ്പൊ ഇതിലേക്ക് ഏത് ഗോഡൌണിലേക്കാണ് ഡയറക്റ്റ് പർച്ചേസ് വരികയാണെങ്കിൽ നമുക്ക് അതിൽ ആ ഗോഡൌൺ എടുത്തു കൊടുക്കാം. ഇനി അതല്ല, നമ്മുടെ മെയിൻ ലൊക്കേഷനിലേക്കാണ് സാധനം ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് മെയിൻ ലൊക്കേഷൻ ആണ്. അപ്പൊ ഞാനിവിടെ മെയിൻ ലൊക്കേഷനിലേക്ക് ചെയ്യുന്ന ഒരു പർച്ചേസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ഗോഡൌണിലേക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഗോഡൌൺ ആണ് ഇവിടെ നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. അപ്പൊ പിന്നീട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഞാൻ ഇവിടെ മെയിൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇനി ക്വാണ്ടിറ്റി നമ്മളിപ്പോ ഒരു 200 ബാഗ് ആണ് സിമെന്റ് പർച്ചേസ് ചെയ്യുന്നത്. ദെൻ റേറ്റ് നമ്മളൊരു 400 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റീലിന്റെ യൂണിറ്റ് വരുന്നത് ടൺ ആണ്. അപ്പൊ നമുക്ക് അവിടെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ടൺ. ആക്സെപ്റ്റ് ചെയ്യാം. ദെൻ അതുപോലെ നമുക്ക് ഇതിന്റെ എന്ത് കൊടുക്കണം, HSN കോഡ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ GST ഡീറ്റെയിൽസ് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ സ്റ്റീലിനൊക്കെ വരുന്നത് 18% ആണ് GST. അപ്പൊ ഇവിടെ 18 കൊടുത്തു, ഗുഡ്സ് ആണ്, ആക്സെപ്റ്റ് ചെയ്യാം. ഗോഡൌൺ വരുന്നത് നമ്മൾ മെയിൻ ലൊക്കേഷൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി നമുക്കൊരു 100 ടൺ സ്റ്റീലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. റേറ്റ് നമുക്കൊരു 1000, ഞാനൊരു 1000 ആണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് ഒന്നും കറക്റ്റ് എത്രയാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടല്ല, ഞാൻ എന്റേതായ ഒരു റേറ്റ് ആണ് ഇടുന്നത്. ദെൻ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് മെറ്റൽ ക്രിയേറ്റ് ചെയ്യാം. മെറ്റലിന്റെ യൂണിറ്റ് വരുന്നത്
ടൺ തന്നെയാണ്. അപ്പൊ നമുക്ക് ടൺ തന്നെ കൊടുക്കാം. അതുപോലെ GSTയുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോ HSN കോഡ് കൊടുക്കണില്ല കേട്ടോ. അതുപോലെ റേറ്റ് നമുക്ക് കൊടുക്കണം. സ്പെസിഫൈഡ് ഡീറ്റെയിൽസിൽ നമുക്ക് റേറ്റ് മെറ്റലിന് വരുന്നത് 18% ആണ്. അത് കൊടുക്കുക. ഗുഡ്സ് മെറ്റൽ നമ്മൾ ഒരു മെയിൻ ലൊക്കേഷൻ കൊടുത്തു. ഒരു 100 ടണ്ണ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഒരു ടണ്ണിന് ഒരു 2500 വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 3 ഐറ്റം ആണ് ഞാൻ ഇതിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ടാക്സ് കൊടുക്കണം. അപ്പൊ ടാക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഇൻപുട്ട് CGST അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ദെൻ GST ഇതിൽ ടാക്സ് ടൈപ്പ് വരുന്നത് CGST ആണ്. ടാക്സിന്റെ പെർസെന്റേജ് നമ്മൾ ഇവിടെ കൊടുക്കണില്ല കേട്ടോ, കാരണം പല റേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് SGST, അതിൽ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് GST, ടാക്സ് ടൈപ്പ് വരുന്നത് SGST ഓർ UTGST ആണ്. സെലക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ പർച്ചേസ്. അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗോഡൌണുകളാണ് വരുന്നത്. അപ്പൊ ആ 2 ഗോഡൌണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഈ മെറ്റീരിയൽസ്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ് സ്റ്റോക്ക് ജേണൽ വൗച്ചർ. നമുക്ക് ഒന്നെങ്കിൽ സ്റ്റോക്ക് ജേണലിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് ഈ സ്റ്റോക്ക് ജേണലിനെ തന്നെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സ്റ്റോക്ക് ജേണൽ വൗച്ചറിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾട്ടർ എടുക്കാം. അതിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് ജേണൽ വൗച്ചർ എടുത്തു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സ്റ്റോക്ക് ജേണലിൽ 2 യൂസസ് ആണുള്ളത്. ഒന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും 2 കൺസംഷന് വേണ്ടിയിട്ടും ഇതേ വൗച്ചർ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പൊ 2 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഞാനൊരു ചേഞ്ചസ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ നെയിം ഓഫ് ക്ലാസ് കണ്ടല്ലോ, ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ ഇതിൽ ചോദിക്കും. 2 ഓപ്ഷനിൽ ഒന്നാമത്തെ യൂസ് ക്ലാസ് ഫോർ ഇന്റർ ഗോഡൌൺ ട്രാൻസ്ഫേഴ്സ് ആണ്. രണ്ടാമത്തേത് ജോബ് കോസ്റ്റിംഗ് കൺസംഷനും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ട്രാൻസ്ഫറിന്റെ ആണ്. അപ്പൊ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ത് ചെയ്യാം? എസ് കൊടുക്കുക. രണ്ടാമത്തേത് കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്. ഞാനിപ്പോ കൺസംഷൻ മെറ്റീരിയൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാ? രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എസ് കൊടുക്കേണ്ടത്. യൂസ് ക്ലാസ് ഫോർ ജോബ് കോസ്റ്റിംഗ് കൺസംഷൻ എസ് കൊടുക്കുക. ഇനി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് വൗച്ചർ എടുക്കുമ്പോൾ തന്നെ സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ F10 അതർ വൗച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ സ്റ്റോക്ക് ജേണലിന്റെ അണ്ടറിൽ ഈ 2 ഓപ്ഷനും ഉണ്ടാവും. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത് എങ്കിൽ ട്രാൻസ്ഫർ മെറ്റീരിയൽസ്, കൺസംഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ കൺസംഷൻ മെറ്റീരിയൽസ്, ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് ട്രാൻസ്ഫർ ആണ് ചെയ്യാൻ പോണത്. ട്രാൻസ്ഫർ മെറ്റീരിയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ മെറ്റീരിയൽസും മെയിൻ ലൊക്കേഷനിലേക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ 2 ഗോഡൌണിലേക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ ഡെസ്റ്റിനേഷൻ ഗോഡൌൺ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ തൃശ്ശൂർ ഗോഡൌണിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ നെയിം ഓഫ് ഐറ്റം നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കൊടുക്കും. അപ്പൊ സിമെന്റ് ഗോഡൌൺ മെയിൻ ലൊക്കേഷനിൽ 200 ബാഗ് ആണുള്ളത്. ആ മെയിൻ ലൊക്കേഷനിൽ നിന്ന് 100 ബാഗ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് മെറ്റൽ ആണ്. മെയിൻ ലൊക്കേഷനിൽ 100 ടൺ ആണ്. അതിലൊരു 50 ടൺ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റീല്, അത് മെയിൻ ലൊക്കേഷനിൽ വരുന്നത് 100 ടൺ ആണ്. അതിലൊരു 50 ടൺ നമ്മൾ തൃശ്ശൂർ ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കുക. ആക്സെപ്റ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് കാലിക്കറ്റ് ഗോഡൌണിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. കാലിക്കറ്റ് ഗോഡൌൺ കൊടുത്തു. ഐറ്റം സിമെന്റ് മെയിൻ ലൊക്കേഷനിൽ 100 എണ്ണാണുള്ളത്, 100. നെക്സ്റ്റ് മെറ്റൽ മെയിൻ ലൊക്കേഷനിൽ വരുന്നത് 50 ടണ്ണാണ്. ആ 50 ടൺ എടുത്തു. നെക്സ്റ്റ് വരുന്നത് സ്റ്റീല് മെയിൻ ലൊക്കേഷനിൽ 50 ടണ്ണാണ്. ആ 50 ടണ്ണ് നമ്മൾ കാലിക്കറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ 2 ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഗോഡൌൺ അവിടെ പർച്ചേസിൽ കാണിച്ചാൽ മതി. അപ്പൊ ഈ ട്രാൻസ്ഫർ എൻട്രിയുടെ ആവശ്യമില്ല. അത് ട്രാൻസ്ഫറും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യും?
അവിടെ നമ്മൾ കൺസംഷൻ ചെയ്യും അല്ലെ, യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. F10 അതർ വൗച്ചേഴ്സ് എടുത്തു. അതിൽ നമുക്ക് കൺസംഷൻ മെറ്റീരിയൽസ് ഉണ്ട്, കൺസംഷൻ എടുക്കാം. അപ്പൊ ഇതില് നമ്മുടെ സാധാ സ്റ്റോക്ക് ജേണലിന്റെ ആ ഒരു സ്ക്രീനാണ് കാണിക്കുക. സോഴ്സ് ഡെസ്റ്റിനേഷൻ രണ്ട് സൈഡ് ഉണ്ടാവും. അതിൽ നമ്മൾ ഈ കൺസംഷൻ സൈഡ് മാത്രം ഫില്ല് ചെയ്താൽ മതി. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തത് നോക്കാം. അപ്പൊ സിമന്റ് ഗോഡൌൺ വരുന്നത് ഇപ്പൊ ഫസ്റ്റ് കാലിക്കറ്റ് ഗോഡൌൺക്ക് നമ്മൾ 100 ബാഗാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 100 ബാഗും എന്ത് ചെയ്തു, കൺസ്യൂം ചെയ്തു. ഞാൻ അങ്ങനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് മെറ്റൽ കാലിക്കറ്റ് ഗോഡൌണില് 50 ടണ്ണാണ്, 50 ടണ്ണ് കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് സ്റ്റീല് കാലിക്കറ്റ് ഗോഡൌണില് 50 ടണ്ണാണ്, 50 കൊടുത്തു. ഇതുപോലെ തൃശ്ശൂർ ഗോഡൌണും യൂസ് ചെയ്തത് നമുക്ക് ഇതിൽ തന്നെ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ വൗച്ചർ എടുത്തിട്ട് അങ്ങനെ കാണിച്ചാലും മതി. അതില് തൃശ്ശൂർ ഗോഡൌണില് 100 ബാഗാണ്, 100. നെക്സ്റ്റ് മെറ്റൽ തൃശ്ശൂര് 50 ടൺ, 50. ദെൻ സ്റ്റീല് തൃശ്ശൂര് 50 ടൺ. ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഫുൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഡെസ്റ്റിനേഷന്റെ സൈഡിൽ ഒന്നും കൊടുക്കണ്ട, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പർച്ചേസും ട്രാൻസ്ഫറും കൺസംഷനും ചെയ്തു. ഈ നെക്സ്റ്റ് എക്സ്പെൻസുകൾ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ആയതുകൊണ്ട് തന്നെ വേജ് വരുന്നുണ്ടാവും, സാലറി വരുന്നുണ്ടാവും. അങ്ങനത്തെ എക്സ്പെൻസുകൾ എങ്ങനെ പോസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ പേയ്മെന്റ് വൗച്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേജ് കൊടുക്കുകയാണ്. അപ്പൊ ക്രിയേറ്റ് ചെയ്യാണ് ഞാനിവിടെ വേജിന്റെ അണ്ടർ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് വേണം, കോസ്റ്റ് സെന്റേഴ്സ് ആർ അപ്ലിക്കബിൾ വേണം. അതവിടെ എസ് കൊടുക്കുക. GST ഇല്ലാത്തത് കൊണ്ട് തന്നെ GST നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഇനി ഈ രണ്ട് സ്ഥലത്തിലേക്കും കൂടി മൊത്തം നമ്മൾ എത്ര എമൗണ്ട് ആണോ വേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു 20,000 ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഇതേപോലെ ചോദിക്കും, കാറ്റഗറിയും ചോദിക്കും, അതുപോലെ തന്നെ സെന്ററും ചോദിക്കും. അപ്പൊ നമുക്കിവിടെ ബിൽഡിംഗ് പ്രൊജക്ട് എന്ന് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് പ്രൊജക്ട് 1 തൃശ്ശൂര്. അപ്പൊ അവിടേക്ക് ഉള്ള വേജ് എന്ന് പറയുന്നത് ഇപ്പൊ 10,000, അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രൊജക്ട് 2 കാലിക്കറ്റ്, ബാക്കി 10,000 അവിടെ വരും. ക്രെഡിറ്റില് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുക. ഇത് ക്യാഷിലെ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നെഗറ്റീവ് ബാലൻസ് കാണിച്ചിട്ടുള്ളത്, അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെൻസ്, ഇതുപോലെയാണ് മറ്റ് എക്സ്പെൻസുകളെല്ലാം പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റിപ്പോർട്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നെറ്റ് ലോസ് ആണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഇതിൽ സെയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, പർച്ചേസും എക്സ്പെൻസും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നെറ്റ് ലോസ് 4,50,000 എമൗണ്ട് കാണിക്കുന്നത്. ഇനി ഓരോന്നിന്റെയും ഓരോ പ്രൊജക്റ്റിന്റെ സെപ്പറേറ്റ് നമുക്ക് റിപ്പോർട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ വരിക. അതിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി ഓപ്പൺ ചെയ്യുക. അതിൽ ജോബ് വർക്ക് അനലൈസിസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുടെ പേര് ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പോ തൃശ്ശൂരിന്റെ പ്രൊജക്റ്റിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് കാണേണ്ടത് എങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ അതിന്റെ റിപ്പോർട്ട് ഇവിടെ കാണാം. അപ്പൊ ഇതില് കൺസംഷൻ കാണിക്കുന്നുണ്ട് 2,15,000. നമ്മൾ ആ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇൻവാർഡ്സ് കാണിക്കുന്നുണ്ട്, ഇത് പർച്ചേസ് ആണ്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുന്നുണ്ട്, നമ്മൾ വേജ് പേ ചെയ്തിട്ടുള്ളതാണ്. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസിൽ ലോസ് ആണ് 2,25,000, അതാണ് ഇത് മൈനസ് ആയിട്ട് കാണിക്കുന്നത്. ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് Alt F1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അതിന്റെ ഡീറ്റെയിൽഡ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇതുപോലെ അടുത്തതിന്റെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം എമൗണ്ട് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഞാൻ സെയിം തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിലും സെയിം തന്നെയാണ് നമുക്ക് ലോസ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ഈ ബിൽഡിംഗ് സെയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഇൻകം വരുന്നുള്ളൂ. സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ബിൽഡിംഗ് വർക്ക് നമ്മൾ മറ്റൊരു ടീംസിന് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് എമൗണ്ട് കുറേശ്ശെ ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു റിസീവ് എൻട്രിയും കൂടി നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ പ്രോഫിറ്റിലേക്ക് എമൗണ്ട് വരുള്ളൂ. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി സെയിൽസ് വൗച്ചർ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു സർവീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചേഞ്ച് മോഡ് കൊടുക്കുന്നുണ്ട്. അതിൽ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സെയിൽസ് വൗച്ചറിൽ ഫസ്റ്റ് നമുക്ക് റെഫറൻസ് നമ്പർ കൊടുക്കുക. ഇനി പാർട്ടിയിൽ ക്യാഷ് കൊടുക്കുക.
then account നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ account നമുക്ക് പല പേരിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ സർവീസ് കോൺട്രാക്ട് എന്ന് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്തിലാണോ ആ സ്ഥലത്തിന്റെ പേരിൽ നമുക്ക് കോൺട്രാക്ട് എന്നുള്ളത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് കോൺട്രാക്ട് ഒന്ന് ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. കാലിക്കറ്റ് കോൺട്രാക്ട് സർവീസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ അണ്ടർ സെയിൽ അക്കൗണ്ട് ആയിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ ഇതിൽ നമുക്ക് എന്ത് വേണം, കോസ്റ്റ് സെന്റേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ളത് എസ് കൊടുക്കണം. ഇനി ഇതിൽ GST ഉണ്ടെങ്കിൽ മാത്രം GST കൊടുക്കുക, ഇല്ല എങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ മൊത്തം നമ്മളിപ്പോ കാലിക്കറ്റിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് ഒരു 25 lakhs ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറെ 10% അല്ലെങ്കിൽ 15% അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എത്ര എമൗണ്ട് ആണോ റിസീവ് ചെയ്യുന്നത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ ഒരു 15 ലക്ഷമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കാറ്റഗറി ചോദിക്കും. നമ്മുടെ കാറ്റഗറി ബിൽഡിംഗ് പ്രൊജക്ട് എന്ന് കൊടുത്തു. അതിൽ പ്രൊജക്ട് 2 കാലിക്കറ്റ് ആണ് ഇപ്പൊ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ നമുക്ക് അടുത്തതും കൊടുക്കാം. ഞാനിപ്പോ അത് വേറൊരു ബില്ലായിട്ടാണ് കാണിക്കുന്നത്. അതില് ക്യാഷ് തന്നെ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് തൃശൂർ കോൺട്രാക്ട് സർവീസ് എന്ന് കൊടുക്കുകയാണ്. അതും സെയിൽ അക്കൗണ്ട് ആയിട്ട് തന്നെ കൊടുക്കുക. കോസ്റ്റ് സെന്റേഴ്സ് ആർ അപ്ലിക്കബിൾ എസ് കൊടുക്കുക. GST ഞാൻ നോട്ട് അപ്ലിക്കബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എമൗണ്ട് നമ്മൾ എത്രയാണോ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ആ എമൗണ്ട് കൊടുക്കുക. അപ്പൊ ഞാൻ അതിലിപ്പോ ഒരു 10 ലക്ഷമാണ് ഇതിൽ കൊടുക്കുന്നത്. കാറ്റഗറി ബിൽഡിംഗ് പ്രൊജക്ട്, ഇതില് പ്രൊജക്ട് 1 തൃശ്ശൂർ എന്നുള്ളത് കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ നമ്മുടെ എമൗണ്ട് ഇൻകം റിസീവ് ചെയ്തു. ഇനി ഇതിന്റെ റിപ്പോർട്ടിൽ വരുന്ന ചേഞ്ചസ് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പൊ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സില് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററിയില് ജോബ് വർക്ക് അനലൈസിസിൽ ഫസ്റ്റ് വൺ നമ്മൾ തൃശ്ശൂർ ഓപ്പൺ ചെയ്യാം. അപ്പൊ അതിൽ കണ്ടോ ഇപ്പൊ പ്രോഫിറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇപ്പൊ 7,75,000 നമുക്ക് ഇവിടെ പ്രോഫിറ്റ് വന്നു. അത് സെയിൽ ആയിട്ടുണ്ട് ഇവിടെ 10 ലക്ഷം എമൗണ്ട്. അപ്പൊ ഇനി ഇതിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് പേ ചെയ്യലൊക്കെ വരും. അപ്പൊ ലാസ്റ്റ് ആണ് നമ്മൾ ഫുൾ എമൗണ്ട് കിട്ടുക. അപ്പൊ ലാസ്റ്റ് ആണ് നമ്മൾ ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ് കറക്റ്റ് എത്രയാണെന്നുള്ളത് നോക്കേണ്ടത്. ഇനി അതുപോലെ നമുക്ക് പ്രൊജക്ട് 2 കാലിക്കറ്റ് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, 15 ലക്ഷം. അപ്പൊ ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,75,000 ആണ്. എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ Alt F1 ഷോർട്ട് കീ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാലിയിൽ പ്രൊജക്ട് വൈസ് വർക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ടാലിയിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.